സ്വപ്ന പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ്, ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ കുറുമ്പോയി, വേദിയിൽ സന്നിധരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികൾ, വിവിധ പൊതുജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായ നേതാക്കൾ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, ഈ ചടങ്ങിന്റെ ഭാഗമാകുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടത്തണമെന്നാണ് കരുതുന്നത്. ഇത് കഴിഞ്ഞ് മന്ത്രിക്ക് കൊയിലാണ്ടിയിൽ മറ്റൊരു ചടങ്ങിൻ്റെ കൂടി ഭാഗമാവേണ്ടതുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ബാലുശ്ശേരിയുടെ ഈ സ്വപ്ന പദ്ധതി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി ശ്രീ പി.എ. മുഹമ്മദ് റിയാസ് അവരോട് സ്നേഹാദരപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകർന്ന സപ്തഭാഷാ സംഗമവും മുതൽ അനന്തപുരിയുടെ വിരിമാറ് വരെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കേരളത്തിന്റെ ആരാധ്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസിനെ സ്നേഹപൂർവ്വം ഉദ്ഘാടന ഭാഷണത്തിനായി അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരും എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം അഭ്യർത്ഥിക്കുന്നു. സദസ്സിലുള്ള ബഹുമാന്യര്, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടി ബാലുശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ പുതിയ കെട്ടിടങ്ങൾ, മറ്റ് സജ്ജീകരണങ്ങൾ എല്ലാം സർക്കാർ ആശുപത്രികളിൽ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബഡ്ജറ്റിൽ വിഹിതം ഏറ്റവും അധികം പൊതുജനാരോഗ്യ സമ്പ്രദായത്തിന് മാറ്റിവെക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ വളരെ അഭിമാനത്തോടു കൂടി ലോകത്ത് എവിടെയും ജീവിക്കുന്ന മലയാളിക്ക് ഇതാ ഞങ്ങളുടെ കേരളം എന്ന് പറയാൻ സാധിക്കും സ്ഥിതിയാണ്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായി. കോവിഡിനൊപ്പം നിപ്പ, മങ്കി പോക്സ്, സിക തുടങ്ങിയ പകർച്ചവ്യാധികൾ, സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് ഈ കാലയളവിൽ സൃഷ്ടിച്ചത്. ആ വെല്ലുവിളികൾ സുശക്തമായി നേരിട്ട് ദേശീയതലത്തിൽ മികച്ച മുന്നേറ്റം നടത്തുവാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. 10,000 കോടിയിലധികം രൂപയുടെ വികസനമാണ് ഈ കാലയളവിൽ ഈ മേഖലയിൽ നടന്നത്. ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പിന് ദേശീയതലത്തിൽ 50-ലേറെ പുരസ്കാരങ്ങളും ബഹുമതികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത്. കാരുണ്യ ബെനവലൻസ് ഫണ്ട്, ആരോഗ്യ കിരണം എന്നിവ വഴി 5 വർഷം കൊണ്ട്
24,78,000 മനുഷ്യർക്ക് ആകെ 8,425 കോടിയുടെ സൗജന്യ ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് നൽകാറുണ്ട്. വികസിത രാജ്യങ്ങളുമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ നമ്മുടെ മത്സരം. വികസിത രാജ്യങ്ങളിലെ നിലവാരത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചു. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ചരിത്രത്തിലാദ്യം കേരളത്തിന് 1ാം സ്ഥാനം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു. ഏറ്റവും കുറവ് മാതൃ ശിശു മരണമുള്ള സംസ്ഥാനം ഇന്ന് നമ്മുടെ കേരളമാണ്. അമേരിക്കയെക്കാളും കുറഞ്ഞ ശിശുമരണ നിരക്കിൽ കേരളം എത്തി എന്നുള്ളത് പലരും അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ചിലർ ഈ വാർത്ത വായിച്ചപ്പോൾ അത് ശരിയാണോ എന്ന് സംശയിച്ചു. പിന്നീട് ഒന്നും കൂടി വായിച്ചു. പിന്നീട് മറ്റു പലയിടങ്ങളിലും അതിനെക്കുറിച്ച് പരിശോധന നടത്തിയപ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ഇതൊരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ കേരളം പെട്ടെന്ന് ആർജിച്ചതല്ല. പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ബദലുകൾ മുറുകെ പിടിച്ചുകൊണ്ട് LDF സർക്കാർ നടത്തിയ വലിയ ശ്രമമാണ് ഈ നിലയിലേക്ക് എത്തുവാൻ കാരണമായത്. പാലിയേറ്റീവ് രംഗം ഇന്ന് സമൂഹത്തിൽ പാലിയേറ്റീവ് രംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പാലിയേറ്റീവ് രംഗത്തിന്റെ വിജയകരമായ മാതൃകയാണ് കേരളം. ഇത് ലോകാരോഗ്യ സംഘടന തന്നെ അംഗീകരിച്ചു. കേരളത്തെ പ്രത്യേകം അഭിനന്ദിച്ച സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും നമ്മൾ മെച്ചപ്പെടണം. കേരളത്തിന്റെ ചികിത്സാ രംഗത്ത് നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി കൂടുതൽ മികവുറ്റതും ജനകീയമാക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ LDF സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട്. റോബോട്ടിക് സർജറി, മനുഷ്യൻ സർജറി ചെയ്യണ്ട, അതിനൊരു റോബോട്ടിനെ തയ്യാറാക്കി അതിന്റെ ഓരോ പ്രൊസീജിയറും സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഭാഗമായി ശാസ്ത്രം വലിയ നിലയിൽ മുന്നോട്ട് പോയ ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെറിയ കുട്ടികൾ പോലും വലിയ നിലയിൽ മനസ്സിലാക്കുന്ന ഒരു ലോകം. റോബോട്ടിക് സർജറി, പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന G-Gaiter, ബ്ലഡ് ബാങ്ക്, ട്രേസബിലിറ്റി എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കരൾ മാറ്റൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ തന്നെ അപൂർവ രോഗങ്ങൾക്കുള്ള സൗകര്യജന്യ മരുന്ന് വിതരണം, ക്യാൻസർ മരുന്നുകൾ ഏറ്റവും വില കുറച്ച് നൽകുന്ന കാരുണ്യ സ്പർശം കൗണ്ടറുകൾ തുടങ്ങിയവ നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാണ്. സ്റ്റേറ്റ് 1 ഹെൽത്ത് സെന്റർ, KCDC, നിപ്പ റിസർച്ച് സെന്റർ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. AMR പ്രതിരോധത്തിന് രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു. 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായത് ജനങ്ങൾക്ക് ഏറെ സഹായകരമായി. പുതുതായി 4 മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകും. അവയവ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ, അധ്യാപനം, പരിശീലനം, ഗവേഷണം, അവയവദാന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ എല്ലാം സാധ്യമാകുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കോഴിക്കോട് സ്ഥാപിക്കുന്നത്. ഇന്ന് പലരും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം വലിയ തുക വരുന്നു. ഒരുപാട് ഓർഗൻ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. ഇത് സർക്കാർ തലത്തിലൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് കോഴിക്കോടാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നമുക്കൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. സർക്കാർ അനുബന്ധ മേഖലയിൽ 21 നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും യാഥാർത്ഥ്യമായി. ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഉൾപ്പെട്ടു. മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. മികച്ച സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ ഫലമായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ബാലുശ്ശേരി മണ്ഡലത്തിലും കാണാം. താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരാണ് അതിന്റെ ഗുണഭോക്താക്കൾ. നല്ല ചികിത്സ ലഭിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള കെട്ടിടം. കെട്ടിടത്തിന്റെ ഉള്ളിൽ പോകാത്തവർ അത് കഴിഞ്ഞാലൊന്ന് പോയി നോക്കണം. നല്ല സൗകര്യം ഈ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. ഈ കെട്ടിടം
ഒരുപാട് പ്രയാസകരമായ സാഹചര്യത്തിലൂടെ പോയി ഇത് നേടിയെടുത്തത്. അത് നേടിയെടുക്കാൻ ഒരുപാട് പേർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ആ കഠിനാധ്വാനം ചെയ്തതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു 33 വർഷം മുമ്പ് ഇതേ ആശുപത്രിയിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ MLA ശ്രീ സച്ചിൻ ദേവാണ് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. 33 കൊല്ലം മുമ്പ് സച്ചിൻ ദേവ് എവിടെയാണ് ജനിച്ചത്? ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ഫലപ്രദമായി പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഹാജർ ഉറപ്പുവരുത്തുക എന്നുള്ളത്. നിയമസഭ വെറുതെ ഒഴിവാക്കാതെ പൂർണ്ണമായും നിയമസഭയിൽ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ച് അതിൽ ഓരോ കാര്യങ്ങളും അനുഭവത്തിന്റെ ഭാഗമായി മനസ്സിലാക്കി ഇടപെടാനുള്ള കരുത്താർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടിലും ഇന്ന് കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു MLA ശ്രീ സച്ചിൻ ദേവാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. കാര്യങ്ങളെ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക. അത് നേടിയെടുക്ക് മുന്നോട്ട് പോകാൻ സച്ചിന് ഈ 5 കൊല്ലം സാധിച്ചിട്ടുണ്ട്. അതിനിയും ശക്തിപ്പെടുത്തി ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ MLA സംസാരിക്കാനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കാനുണ്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും എല്ലാം സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടും കൊയിലാണ്ടിയിൽ മറ്റൊരു പരിപാടിയിൽ എത്തിച്ചേരാനുള്ളത് കൊണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഇവിടെ വരാനും ഇതിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാനും സാധിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാലുശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത വ്യക്തികൾക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ആരാധ്യനായ മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. വാപ്കോസിന് വേണ്ടി മികച്ച സേവന പ്രവർത്തനം നൽകിയ വാപ്കോസിന്റെ പ്രൊജക്ട് മാനേജർ അബ്ദുൾ റസാഖ് സാറിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തുടർന്ന് ഫെദർ കൺസ്ട്രക്ഷന്റെ മാനേജിംഗ് പാർട്ണർ ജോസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോസ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. മികച്ച സേവന മികവിന് ഫെദർ കൺസ്ട്രക്ഷന്റെ മാനേജർ രാജശേഖരൻ നായരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രാജശേഖരൻ നായരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉപഹാര സമർപ്പണത്തിന് ബഹുമാന്യനായ മന്ത്രിയോട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യനായ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ നമ്മുടെ നാടിന്റെ ആരോഗ്യ പരിചരണ രംഗത്തെ സമഗ്രതയാർന്ന പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനിവാര്യമായി ഏറ്റെടുക്കേണ്ട വികസന പദ്ധതി എന്ന പ്രത്യേകത ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മലയോര ഗ്രാമീണ മേഖല എന്നുള്ള നിലയിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിലാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് ബാലുശ്ശേരിയുടെ മുൻ MLAയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ AC ഷൺമുഖദാസ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള പരിധിയിൽ നിന്നും ആശുപത്രിയെ താലൂക്ക് പരിധിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്.
താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ ലഭ്യമാക്കേണ്ടതായ ചികിത്സാ സൗകര്യങ്ങൾ ഓരോ ഘട്ടത്തിലും